അടിക്കാൻ പാടില്ല. ആരും കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻസിപ്പൾ കഴിയുള്ളൂ. അപ്പം ആരും കോപ്പി അടിക്കാൻ പാടില്ല. എക്സാം 8 മണി തൊട്ട് 9 മണി വരെ മാത്രമുള്ളായിരിക്കും. 1 മണിക്കൂർ മാത്രമാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും പെട്ടെന്ന് എഴുതാൻ നോക്കണം. എഴുതാത്തവരാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പൽ റൂമിൽ വിടും. അതിവിടെ എഴുതിയിരിക്കുന്ന റൂളാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എഴുതണം. പതുക്കെ എഴുതാൻ പാടില്ല. ഓക്കെ. എടാ നീ പേപ്പർ കൊണ്ടുവന്നോടാ. കൊണ്ടുവന്നോടാ. നീയോ? നീ ക്ലിപ്പോട് കൊണ്ടുവന്നു തോന്നുന്നു. നീയും കൊണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും എന്നെ കാണിക്കണം കേട്ടല്ലോ. ആദ്യം തന്നെ ജോൺ കാണിക്കുക. ദാ സാറേ, എൻ്റെ കയ്യിൽ പേപ്പറുണ്ട്. അയ്യോ സാറേ, ഞാൻ ക്ലിപ്പോർഡ് കൊണ്ടുവരാൻ മറന്നുപോയി സാറേ. അവൻ്റെ ചെക്ക് അവനും ഇല്ലായിരിക്കും. സാറേ, ഞാനും പേപ്പർ കൊണ്ടുവന്നുള്ളൂ സാറേ. ക്ലിപ്പോർഡ് എടുക്കാൻ മറന്നുപോയി സാറേ. രണ്ടിനെയും ഞാൻ ശരിയാക്കാം. രണ്ടുപേരും ഇന്ന് എക്സാം എഴുതത്തില്ല. രണ്ടുപേരും വെളിയിൽ പോയി നിന്നോണം. അവന്മാർ പോയപ്പോ എന്തോ ഒരു ആശ്വാസം. നിങ്ങൾക്കെല്ലാവർക്കും റിപ്പോർട്ട് ഉണ്ടല്ലോ. ദോശയ്ക്കുണ്ടോ? സാമ്പാർ, ഇഡ്ഡലി, ചപ്പാത്തി, ദോശ, സാമ്പാർ, എല്ലാത്തിനും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി വെളിയിലാവും കേട്ടോ. നിങ്ങൾ എന്തുവാണ് ഫിസിക്സിൽ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്? എന്തുവാണ് ഇതെന്തുവാടാ നീ എഴുതി വെച്ചേക്കുന്നേ? നീ എന്തുവാടാ എഴുതി വെച്ചേക്കുന്നേ? എനിക്ക് കാക്കറി വീക്കറി എഴുതി വെച്ചേക്കുന്നു. മനുഷ്യന് കാണാൻ പോലും പറ്റത്തില്ല. നീ എഴുതിയോ? നീ എക്സാമിനോട് പഠിച്ചില്ലല്ലേ? എന്നാടാ നിനക്ക് തല്ല്? നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗെറ്റ് ഔട്ട് മീൻസ് ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോ നിങ്ങൾ. ഇനി നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറത്തില്ല.